GPS ഉള്ളതുകൊണ്ട് ആ മുതലാളിമാർ ട്രാക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ GPS അവിടെ വെച്ച് സ്റ്റോപ്പായി പോവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ തെരച്ചിൽ നടത്തണമെന്ന് ഞങ്ങളിങ്ങനെ ആവശ്യപ്പെടുന്നത് അവരോട്. അവിടെ ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ വണ്ടീൻ്റെ എൻജിൻ ഓണാണ്, ഇന്നലെ വരെ ഓണായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ ഞങ്ങൾക്ക് സൂചന നൽകുന്നുണ്ടാവും, ആ ഒരാൾ സ്ഥലത്തുണ്ട് എന്നുള്ള സൂചന ഞങ്ങൾക്ക് നൽകുന്നതായിരിക്കും. കർണാടകയിലെ ആങ്കോളയിൽ കുടുങ്ങിയ അർജുനായുള്ള തിരച്ചിൽ ഊർജിതം. 4 ദിവസമായി മണ്ണിനടിയിലെന്ന സംശയം. രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി മണ്ണിടിച്ചിലും കനത്ത മഴയും. അർജുന്റെ വാഹനം പുഴയിൽ വീണിട്ടില്ലെന്ന് സ്ഥിരീകരിച്ച നേവി. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു. ദൗത്യം ഏകോപിപ്പിക്കുവാൻ കോഴിക്കോട് ജില്ലാ കളക്ടർ. സർക്കാർ ഇടപെടൽ ഊർജിതം. ആങ്കോളയിൽ കുടുങ്ങിയ അർജുനായുള്ള തിരച്ചിൽ ഊർജിതമാക്കണമെന്ന് കേരളം. ഇക്കാര്യം കർണാടക സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും സർക്കാരിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി കെ രാജൻ. സംഭവത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി. അർജുനെ രക്ഷപ്പെടുത്തുക എന്നതാണ് പ്രധാനമെന്നും എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ടെന്നും MK രാഘവൻ MP. രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയില്ലെന്ന മന്ത്രി KB ഗണേഷ് കുമാർ. ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ടെന്നും പ്രദേശത്ത് ദുഷ്കരമായ സാഹചര്യമാണുള്ളതെന്നും മന്ത്രി. ഗവർണർക്ക് വീണ്ടും തിരിച്ചടി. സർവകലാശാലകളിലെ VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം തടഞ്ഞ് ഹൈക്കോടതി. കേരള, MG, മലയാളം സർവകലാശാലകളിലെ നടപടികൾക്ക് സ്റ്റേ. അറിവും കഴിവും നേതൃത്വവും ഒത്തുചേർന്ന വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഷ്ട്രീയ വിയോജിപ്പുകൾക്കിടയിലും സൗഹൃദത്തിന് കോട്ടം തട്ടിയില്ല. ഏത് മേഖലയിലുള്ളവർക്കും മാതൃകയാക്കാവുന്ന വ്യക്തിത്വമാണ് ഉമ്മൻചാണ്ടി എന്നും മുഖ്യമന്ത്രി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ MBBS വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത CBI. പാട്ന എയിംസിലെ 4 വിദ്യാർത്ഥികളാണ് പിടിയിലായത്. ചോദ്യപേപ്പർ ചോർച്ച സംഘത്തലവനുമായി ബന്ധമുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് CBI നടപടി. എറണാകുളത്ത് H1N1 ബാധിച്ച് 4 വയസ്സുകാരൻ മരിച്ചു. മരിച്ചത് ആലങ്ങാട് ഒളനാട് സ്വദേശി ലിയോൺ ലിബു. കടുത്ത പനിയെ തുടർന്ന് ലിയോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്നലെയാണ്. H1N1 പോസിറ്റീവായിരുന്നുവെന്ന് കണ്ടെത്തിയത് മരണശേഷം. പടർന്നു പിടിച്ച് കോളറ. തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. രോഗബാധ കോളറ രോഗിയെ പരിചരിച്ച നഴ്സിന്റെ ഭർത്താവിന്. സംസ്ഥാനത്തെ കോളറ ബാധിതരുടെ എണ്ണം 14ആയി. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുന്നു. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. അതിശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിൽ. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും അപകടം. തെന്മല പരപ്പ ഡാമിന്റെ 3 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതം ഉയർത്തി. മത്സ്യബന്ധനത്തിനും വിലക്ക്. ചിറയൻകീഴ് മൂന്നാറ്റുമുക്ക് കനാലിൽ കാണാതായ വിദ്യാർത്ഥി മരിച്ച നിലയിൽ. മരിച്ചത് 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ പ്രിൻസ്. അപകടം കനാലിൽ കുളിക്കുന്നതിനിടെ. ഉത്സവകാലത്തെ ആന എഴുന്നള്ളിപ്പിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കണമെന്ന് ഹൈക്കോടതി. ആനകളുടെ എണ്ണം സ്ഥലത്തിന്റെ ലഭ്യത അനുസരിച്ചാകണം. വേരിഫിക്കേഷൻ, അനുമതി എന്നിവയ്ക്കായി ഓൺലൈൻ സംവിധാനം കൊണ്ടുവരണമെന്നും സർക്കാരിനോട് കോടതി. TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് നീക്കം ചോർന്നതിൽ അന്വേഷണം ശിക്ഷാ ഇളവ് പട്ടിക ചോർന്നതിലും സൂപ്രണ്ടിന്റെ വിശദീകരണം ചോർന്നതിലും. ജയിൽ വകുപ്പിലെ വീഴ്ച ജയിൽ ആസ്ഥാനത്തെ DGP അന്വേഷിക്കും. ലോ കോളേജ് വനിതാ ഹോസ്റ്റൽ മെസ്സിൽ ചത്ത എലി. രാത്രിയിൽ ആരംഭിച്ച പ്രതിഷേധം തുടർന്ന വിദ്യാർത്ഥികൾ. സംഭവം തിരുവനന്തപുരം ലോ കോളേജ് ഹോസ്റ്റലിൽ.
സ്കൈറിച്ച് കമ്പനിയുടേത് ബോധപൂർവമുള്ള സാമ്പത്തിക തട്ടിപ്പെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നിക്ഷേപകർക്ക് പണം നഷ്ടമാകുമെന്നും സ്ഥാപനം 2 വർഷത്തിനുള്ളിൽ തകരുമെന്നും ഉടമകൾക്ക് അറിയാമായിരുന്നുവെന്നും ED കോടതിയിൽ. ഉടമ പ്രതാപിന്റെ ജാമ്യഹർജി എതിർത്ത് അന്വേഷണ സംഘം. തൃശൂർ മേയർക്കെതിരെ രാഷ്ട്രീയ നീക്കവുമായി കോൺഗ്രസ്. മേയറുടെ രാജി ആവശ്യപ്പെട്ട് കോർപ്പറേഷനിൽ ഉടനീളം പ്രകടനത്തിന് നീക്കം. CPIയുടെ എതിർപ്പ് മുതലെടുത്ത് തുടർ സമരങ്ങൾക്ക് UDF നീക്കം. കണ്ണൂർ സർവകലാശാല നിർണായക സെനറ്റ് യോഗം. ഗവർണറുടെ നിർദ്ദേശപ്രകാരം കണ്ണൂർ VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല സെനറ്റിന്റെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതുൾപ്പെടെയുള്ള അജണ്ടകൾ യോഗത്തിൽ പരിഗണിക്കും. ഗവർണർ നിയോഗിച്ച താൽക്കാലിക VC അധ്യക്ഷനാകും. തേയില ഫാക്ടറിയിലെ യന്ത്രത്തിൽ തല കുടുങ്ങി തൊഴിലാളി മരിച്ചു. മരിച്ചത് പട്ടുമല സ്വദേശിയായ രാജേഷ്. യന്ത്രം വൃത്തിയാക്കുന്നതിനിടെ കുടുങ്ങിയതെന്ന വിവരം. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടെന്ന് പരാതി. പീഡന വിവരം ആശുപത്രി ജീവനക്കാരെ അറിയിച്ചത് പെൺകുട്ടി തന്നെ. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതിയായ ഫിസിയോതെറാപ്പിസ്റ്റിനെ സസ്പെൻഡ് ചെയ്തു. വ്യാജരേഖ കേസിൽ പൂജ കേത്കറുടെ IAS റദ്ദാക്കാൻ ഒരുങ്ങി UPSC. കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. ഭാവിയിൽ UPSC പരീക്ഷകൾ എഴുതുന്നതിനും വിലക്ക്. ഭക്ഷ്യസുരക്ഷാ കാർഡ് നിർബന്ധമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷണശാലകളിലെ ജീവനക്കാർ 4 ആഴ്ചയ്ക്കുള്ളിൽ കാർഡ് എടുക്കണം. വകുപ്പ് നിർദ്ദേശങ്ങൾ സ്ഥാപനങ്ങൾ നടപ്പാക്കിയില്ലെന്ന് കണ്ടെത്തൽ. കൊച്ചിയിൽ പിടിയിലായ മാവോയിസ്റ്റ് മനോജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മനോജ് 16 കേസുകളിൽ പ്രതി. കൂടുതൽ കേസുകളിലെ പ്രതി ചേർക്കുവാൻ സാധ്യത. കൊച്ചിയിലുള്ള മനോജിന്റെ ബന്ധുവിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം. ഗരേറ്റ് സൗത്ത്ഗേറ്റിന്റെ പിൻഗാമിയാകാൻ പെപ് ഗ്വാർഡിയോള. ഇംഗ്ലണ്ട് ദേശീയ ഫുട്ബോൾ ടീം പരിശീലകനായേക്കും. നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റി പരിശീലകനായ ഗ്വാർഡിയോളയുടെ കരാർ അടുത്ത വർഷം അവസാനിക്കും. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറണമെന്ന് ബരാക് ഒബാമ. ബൈഡന്റെ വിജയ സാധ്യത കുറവാണെന്നും സ്ഥാനാർത്ഥിത്വം പുനഃപരിശോധിക്കണമെന്നും ഒബാമ. പ്രതികരണം ട്രംപുമായി ബൈഡൻ നടത്തിയ സംവാദത്തിലെ മോശം പ്രകടനത്തെ തുടർന്ന്. വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ആദ്യ ദിനം ഇന്ത്യ-പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടം. മത്സരം വൈകിട്ട് 7 മണിക്ക്. ഉദ്ഘാടന മത്സരത്തിൽ UAE നേപ്പാളിനെ നേരിടും. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം കലാപമായി മാറുന്നു. മരണം 32 കടന്നു. സുരക്ഷാ സേനയും വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടൽ. സമരം ആരംഭിച്ചത് സർക്കാർ മേഖലയിലെ തൊഴിൽ സംവരണത്തിനെതിരെ. ദേശീയ ടെലിവിഷൻ ആസ്ഥാനത്തിന് പ്രതിഷേധക്കാർ തീയിട്ടു. യുദ്ധരംഗത്തേക്ക് AI ഡ്രോണുകൾ രംഗത്തിറക്കി യുക്രൈൻ. ഡ്രോൺ വികസിപ്പിക്കാൻ സ്റ്റാർട്ടപ്പുകളുടെ സൗകര്യം തേടും. റഷ്യ നടത്തുന്ന സിഗ്നൽ ജാമിംഗ് മറികടക്കുക പ്രധാന ലക്ഷ്യം. ആന്റിവൈറസ് സോഫ്റ്റ്വെയറിലെ തകരാറിൽ പ്രതിസന്ധിയിലായി ലോകത്തെമ്പാടുമുള്ള കമ്പ്യൂട്ടർ ശൃംഖല. പണിമുടക്കിയത് വിൻഡോസിലെ ക്രൗഡ് സ്ട്രൈക്ക് ആന്റിവൈറസ്. ഇതോടെ ക്രൗഡ് സ്ട്രൈക്ക് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ പ്രവർത്തനരഹിതമായി. ക്രൗഡ് സ്ട്രൈക്ക് ആന്റിവൈറസിലെ അപ്ഡേഷനാണ് പ്രതിസന്ധിയുടെ കാരണം. തിരുവനന്തപുരത്ത് ഇൻഡിഗോ എയർലൈൻസ് ചെക്കിംഗ് നടപടികൾ മന്ദഗതിയിൽ. സ്പൈസ് ജെറ്റ് വിമാന സർവീസിനെയും ആകാശ എയറിന്റെ ഓൺലൈൻ ചെക്ക് ഇൻ സംവിധാനത്തെയും സാരമായി ബാധിച്ചു. ഇസ്രായേൽ ടീമിനെ വിലക്കണമെന്ന പലസ്തീൻ ഫുട്ബോൾ അസോസിയേഷന്റെ ആവശ്യത്തിൽ ഫിഫയുടെ തീരുമാനം വൈകും. വിഷയത്തിൽ കൃത്യമായ തീരുമാനമെടുക്കാൻ സമയം ആവശ്യമാണെന്ന് ഫിഫ എക്സിൽ കുറിച്ചു. കഴിഞ്ഞ മെയ്യിലാണ് ഇസ്രായേൽ ഫുട്ബോൾ ടീമിനെ വിലക്കണമെന്ന ആവശ്യവുമായി പലസ്തീൻ ഫിഫയെ സമീപിച്ചത്.